ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് 6 മന്ത്സിലെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ജൂലൈ തൊട്ടിട്ട് ഡിസംബർ വരെ റീഡിംഗ് ആണ് ഇത്. ഇതിൽ ജനറൽ ആൻഡ് കരിയർ ആൻഡ് ലവ് എല്ലാം ഇൻവോൾവ് ആവും. അപ്പോൾ റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബെല്ലൈക്കൺ ഉണ്ട് ചാനലിൽ, അതിനെ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് യൂട്യൂബ് അയച്ചു തരും. നിങ്ങൾ എൻ്റെ വീഡിയോസ് മിസ് ഔട്ട് ചെയ്യില്ല. അപ്പോൾ പൈസീസ്, നിങ്ങളുടെ നെക്സ്റ്റ് 6 മന്ത്സിൽ എന്താണ് ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് എനർജി, അതാണ് നമ്മളിവിടെ നോക്കാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് കാർഡ് ഇവിടെ സ്റ്റാർ ആണ്, അക്വേറിയസ് എനർജിയാണ് ഇത്. സ്റ്റാർ ഒരു ഹീലിംഗ് എനർജിയാണ്, ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ വിഷസ് നെക്സ്റ്റ് 6 മന്ത്സിൽ കുറേയൊക്കെ നിങ്ങളുടെ ഡ്രീംസ് വിഷസ് ഒക്കെ ഫുൾഫിൽ ആവാനുള്ള ചാൻസസ് ഹൈ ആണ്. എന്തോ ഹീലിംഗ് എനർജിയുമാണ്. അപ്പോൾ ഫിസിക്കൽ, ഇമോഷണൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹീലിംഗ് ആവശ്യമുണ്ട് വെച്ചാൽ അതും പോസിബിൾ ആണ് നെക്സ്റ്റ് 6 മന്ത്സിൽ. ഇവിടെ ഫൂൾ എനർജി ഉണ്ട്, ഏരീസ് എനർജി. ഇത് ന്യൂ ബിഗിനിങ്സിൻ്റെ എനർജിയാണ്, എന്തോ പുതിയതായിട്ട് തുടങ്ങുന്ന എനർജിയാണ്, ന്യൂ ഓപ്പർച്യൂണിറ്റീസിൻ്റെ എനർജിയാണ്, ട്രാവൽഡ് എനർജിയാണ്, അഡ്വെഞ്ചറുടെ എനർജിയാണ്, ലെറ്റിംഗ് ഗോയുടെ എനർജിയാണ്, ഒരു ഫ്രീ ആയി ഫീൽ ചെയ്യണ എനർജിയാണ്. ഈ കാർഡ് കണ്ട ഈ പേഴ്സൺ കുറേ ഫ്രീ ആയിട്ടാണ്, ഒന്നും വറി ഇല്ലാത്ത എനർജിയാണ് ഇത്. അപ്പോൾ കുറേ അങ്ങനത്തെ ഒരു എനർജി ആയിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് 6 മന്ത്സിൽ. റിസ്ക് ടേക്കിംഗ് എനർജി കൂടിയാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ പറഞ്ഞാൽ ചാൻസസ് എടുക്കും, റിസ്ക് എടുക്കും എന്നല്ല പറയണേ. ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കും, ഒരു ചാൻസ് എടുക്കും. ആ ഓപ്പർച്യൂണിറ്റീസിനെ ലെറ്റ് ഗോ ചെയ്യാണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യും. കറേജ് ഇവിടെ ലിയോ എനർജിയാണ്. അപ്പോൾ ഇത് സ്ട്രെങ്ത്തിൻ്റെ എനർജിയാണ്, കറേജിൻ്റെ എനർജിയാണ്. നിങ്ങൾ ബോൾഡായിട്ട് ഡിസിഷൻസ് എടുക്കും, ബോൾഡായിട്ട് ആക്ഷൻസ് എടുക്കും, ഒരു പേടിയില്ലാണ്ട് മുമ്പോട്ട് പോകും. പറഞ്ഞാൽ ചാൻസസ് വരുമ്പോഴൊക്കെ അതിനെ യൂസ് ചെയ്യും. അപ്പോൾ നല്ല പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഞാൻ കാണുന്നത്. ചാലഞ്ചസ് വരുമ്പോഴും നിങ്ങൾ കുറെ അത് സ്ട്രോങ് ആയിട്ട് അതിന് ഡീൽ ചെയ്യും. അപ്പോൾ എന്താണ് ഈ സ്റ്റാർ എനർജി ഇവിടെ നിന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ എന്താണ് ഈ വിഷ് ഫുൾഫിൽമെന്റ് എനർജി? എംപ്രസ്. അപ്പോൾ കുറെ ഫെർട്ടിലിറ്റിയുടെ എനർജിയാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് പ്രഗ്നൻസി നിങ്ങൾ പ്ലാൻ ചെയ്യണ്ടായിരുന്നു വെച്ചാൽ നെക്സ്റ്റ് 6 മന്ത്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ പോസിറ്റീവ് ആവാൻ വഴിയുണ്ട്. ഓൾറെഡി നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് വെച്ചാൽ റെസ്റ്റ് എടുക്കുക. എന്നുവെച്ചാൽ സ്റ്റാർ ഹീലിംഗ് എനർജിയാണ് ഞാൻ പറഞ്ഞ മാതിരി. അപ്പോൾ റെസ്റ്റ് നല്ലോണം എടുക്കുക. കുറേ പോസിറ്റീവ് എനർജിയാണ് ഇത്, അബണ്ടൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷ് ഉണ്ടായിരുന്നു, അത് നിങ്ങൾ സക്സസ്ഫുൾ ആവണം, അബണ്ടൻ്റ് ആവണം, നല്ല ഗ്രോത്ത് ഉണ്ടാവണം നിങ്ങളുടെ ലൈഫിൽ. അതൊക്കെ നെക്സ്റ്റ് 6 മന്ത്സിൽ നിങ്ങൾക്ക് അതിൻ്റെ സൈൻസ് കാണാൻ തുടങ്ങും. നിങ്ങൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അതിലേക്ക് സക്സസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് 6 മന്ത്സിൽ. 9 ഓഫ് വാൻഡ്സ് ഒരു പേടിയുടെ എനർജിയാണ്, ഒരു റെസ്ട്രിക്റ്റീവ് എനർജിയാണ്. നിങ്ങൾക്ക് ചില കാര്യത്തിൽ ഇപ്പോഴും ഒരു ഹെസിറ്റൻസി ഞാൻ കാണുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ എല്ലാം ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് എവിടെയോ ഒരു പേടിയാണ് ഉണ്ടായത്. ഇത് ഇത്ര വേഗം ഇത്ര ഈസിലി കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഇത് റിയൽ ആണോ, ഇത് ശരിക്കും എനിക്ക് വേണ്ടിയിട്ടാണോ, അങ്ങനത്തെ ഒരു പേടി ഉണ്ടാവും. ഇത് എപ്പോഴാണ് എൻഡാവാൻ പോണേ, അങ്ങനത്തെ ഒരു പേടി ഉണ്ടാവും. പക്ഷേ ഇത് നിങ്ങളുടെ ഇന്നർ ഫിയർ മാത്രമാണ്. ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ കുറേ പോസിറ്റീവ് എനർജീസ് ഒരുമിച്ച് വരുമ്പോൾ മേ ബി അത് കുറച്ച് നിങ്ങൾക്കൊരു ഓവർവെൽമിങ് ആവാൻ ചാൻസ് ഉണ്ട്. ഓപ്പർച്യൂണിറ്റീസും കുറേ ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ ഒരു വെർഗോ പേഴ്സൺ ഉണ്ട് വെച്ചാൽ അവരുടെ കൂടെ ട്രാവൽ ഞാൻ കാണുന്നുണ്ട്. അതുമാത്രമല്ല വർക്ക് റിലേറ്റഡ് കാര്യം, അതിലും കുറേ സക്സസ് ഉണ്ടാവും. നിങ്ങളുടെ മദർ ഇല്ലച്ചാൽ നിങ്ങളുടെ വൈഫ് ഇല്ലച്ചാൽ നിങ്ങൾ തന്നെ ഒരു മദർ ഓർ വൈഫാണ് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നെക്സ്റ്റ് 6 മന്ത്സ് കുറേ പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫൂൾ എനർജി ഇവിടെ എന്താണ്?
വേറെ കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ ഒരു വെർഗോയുടെ കൂടെ മേ ബി കുറച്ചൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഇതിലൊരു വെർബൽ ഫൈറ്റ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക. എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ പറയണ രീതി അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വഴിയുണ്ട് മറ്റേ പേഴ്സൺ. അപ്പോൾ സംസാരിക്കുമ്പോൾ ആലോചിച്ചിട്ട് പറയുക, കാര്യങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കുക. അപ്പോൾ ഫൂൾ ഇവിടെ എന്താണ്, നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണേണ്ട, ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ലവ് ഓഫർ, ഒരു ക്രഷ്. ഇത് പക്ഷേ ഒരു നല്ല ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ആവാൻ വഴിയുണ്ട്. ഇവിടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഞാൻ കാണുന്നുണ്ട്. അഗൈൻ ഇവിടെ ഒരു പുതിയ സ്റ്റാർട്ട്, ഒരു പുതിയ ബിഗിനിങ് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇതൊരു വിഷ് ഫുൾഫിൽമെന്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ സിംഗിൾ ആണ് വെച്ചാൽ ഈ നെക്സ്റ്റ് 6 monthsൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിനെ മീറ്റ് ചെയ്യാൻ ചാൻസസ് ഹൈ ആണ്. ഓൾറെഡി മാരിഡ് ആണ് വെച്ചാൽ ആ റിലേഷൻഷിപ്പ് നല്ലോണം പോസിറ്റീവായി മുമ്പോട്ട് പോവും. അപ്പോൾ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ എനർജി ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ചിലവർ മേ ബി ഒരു വീട് വാങ്ങിക്കാനുള്ള പ്ലാൻ ഉണ്ട് വെച്ചാൽ അതും പോസിബിൾ ആണ്. കറേജ് ഇവിടെ എന്താണ്, ലിയോ എനർജി, നൈറ്റ് ഓഫ് കപ്സ്, 6 of Pentacles, 2 of Pentacles, Magician. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഇപ്പോഴും സിംഗിൾ ആണ് വെച്ചാൽ ഞാൻ കാണുന്നത് ഇവിടെ എന്താ വെച്ചാൽ കുറച്ചൊരു കറേജിന്റെ ആവശ്യമുണ്ട് നിങ്ങൾക്ക്, നിങ്ങളുടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ അതാണ് ഇവിടെ ഏറ്റവും വലിയ ഹെസിറ്റൻസി പറയാൻ, വലിയ എന്തോ ഒരു ഷൈ നേച്ചർ ആയിരിക്കും നിങ്ങളുടെ. പക്ഷെ ഇവിടെ അതുകൊണ്ട് ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. നിങ്ങൾ തുറന്ന് കാര്യങ്ങൾ പറയാത്തതുകൊണ്ട് ഇവിടെ മറ്റേ പേഴ്സന്റെ സൈഡിന് കുറെ ഞാൻ എഫേർട്ട് കാണുന്നുണ്ട്, നിങ്ങളുടെ സൈഡിന് അത്ര എഫേർട്ട് ഇല്ല. അങ്ങനെ അല്ല, വേറെ മാതിരി നിങ്ങളുടെ സൈഡിന് കൂടുതൽ എഫേർട്ട് ഉണ്ട്, മറ്റേ പേഴ്സന്റെ സൈഡിന് അത്ര എഫേർട്ട് ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് അത് സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് ഇവരോട് ഡയറക്ട്ലി കൺഫ്രണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. 2 of Pentacles ഇവിടെ ഒരു ഇംബാലൻസ് ആണ്. അപ്പൊ എന്തോ ഒരു ലവ് റിലേഷൻഷിപ്പിൽ ഞാൻ ഒരു ഇംബാലൻസ് കാണുന്നുണ്ട്. പക്ഷെ എന്താണ് ഈ ഇംബാലൻസ്? ഡെവിൽ. അപ്പോൾ സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ഈ ഇംബാലൻസ് ചിലപ്പോൾ അത് ഈ റിലേഷൻഷിപ്പിനെ തകരാൻ വഴിയുണ്ട്. ചിലവരൻ ഈ റിലേഷൻഷിപ്പിൽ ഇന്റർഫിയർ ചെയ്യാൻ നോക്കണ്ട, എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സന്റെ ഒരു പാസ്റ്റ് പേഴ്സൺ ഇല്ലാച്ചാൽ നിങ്ങളുടെ ഒരു പാസ്റ്റ് പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ ഇന്റർഫിയർ ചെയ്യാൻ ട്രൈ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനൊക്കെ ഓപ്പൺ വെക്കുക, നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ തുറന്ന് പറയുക. നിങ്ങളുടെ ലൈഫിൽ ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരാൻ നോക്കണ്ട വെച്ചാൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യേണ്ട വെച്ചാൽ അതൊക്കെ നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ തുറന്നിട്ട് ഡിസ്കസ് ചെയ്യുക. എന്ന് വെച്ചാൽ അത് ഒളിപ്പിച്ചു വെച്ചാൽ അത് ചിലപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവും. ഒരു ഗോസിപ്പ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണേ. ഈ ഗോസിപ്പും ഈ നെഗറ്റിവിറ്റിയൊക്കെ വേറെ ആൾക്കാരായിരിക്കും സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ ഈ കാര്യം ഒളിപ്പിച്ചു വെച്ചാൽ മേ ബി അത് പിന്നെ ഒരു പ്രോബ്ലം ആവാൻ വഴിയുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഔട്ട്കം? 6 months ഔട്ട്കം ആണ് ടെമ്പറൻസ്, ബാലൻസ്, ഹീലിംഗിന്റെ എനർജിയാണ്. സാജിറ്റേറിയസ് എനർജിയാണ് ടെമ്പറൻസ്. ലവ് ലൈഫിൽ ഞാൻ കുറച്ച് പ്രശ്നങ്ങൾ കാണുന്നുണ്ടാവുന്നാലും ഒരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പും ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാം വർക്ക്ഔട്ട് ചെയ്യും. 9 of Pentacles ഉണ്ട് ഇവിടെ. ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ട്. നിങ്ങൾ എന്തിനോ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അബണ്ടൻസ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തോ കാര്യത്തിൽ നിങ്ങൾ കുറെ ഇൻവെസ്റ്റ് ചെയ്തു, പൈസ ഇൻവെസ്റ്റ് ചെയ്തു, ഇല്ല വെച്ചാൽ എഫേർട്ട് ഇട്ടു, അതിൻ്റെ റിവാർഡ്സ് നിങ്ങൾക്ക് നെക്സ്റ്റ് 6 monthsൽ നിങ്ങൾക്ക് കാണും, ഫിനാൻഷ്യൽ കാര്യത്തിൽ എസ്പെഷ്യലി. ഓക്കെ, അപ്പോൾ എന്താണ് സൺ ലിയോ എനർജിയാണ്, പക്ഷെ കുറെ അബണ്ടൻസ്, ഹാപ്പിനെസിന്റെ എനർജിയാണ്. അപ്പോൾ നെക്സ്റ്റ് 6 months നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ പോസിറ്റീവ് ആണ് പൈസീസ്. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം ചെയ്യാം. പേഴ്സണൽ റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ ചെയ്യുക, ഇല്ലാച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൻ്റെ ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യേണ്ട കൂടെ ഞാൻ അവിടെ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.